ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണുന്നു. ആദരവാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റതാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി അവിടെ പോവും. ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ, അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ജീവിതത്തിലെ വലിയ യാത്രകൾ എല്ലാം വിമാനത്താവളത്തിൽ നിന്നോ വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ആരംഭിക്കണമെന്നില്ല. ചില യാത്രകൾ ഒരു സാധാരണ ബസ് സ്റ്റോപ്പിൽ നിന്നും തുടങ്ങുന്നത്. കയ്യിൽ ഒരു ചെറിയ ബാഗും മനസ്സിലൊരു വലിയ പ്രതീക്ഷയുമായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തമ്പാനൂർ ബസ് ടെർമിനൽ ആരംഭിക്കുന്ന യാത്ര ഒരു സാധാരണ ബസ് യാത്രയല്ല. ബസ് ഓർഡിനറിയാണ്. പക്ഷെ ഈ തീരുമാനം ഒട്ടും ഓർഡിനറി അല്ല. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവകാശം തുറന്നു കൊടുക്കുകയാണ്. പ്രായപരിധിയില്ല, വരുമാന പരിധിയില്ല, സാമൂഹിക പദവിയുടെ വേർതിരിവില്ല, പ്രത്യേക രേഖകളില്ല, മുൻകൂർ രജിസ്ട്രേഷനുമില്ല. ബസ്സിൽ കയറുക, കണ്ടക്ടറിൽ നിന്നും ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിലൂടെ 0 രൂപയുടെ പ്രിയദർശിനി ടിക്കറ്റ് സ്വീകരിക്കുക, യാത്ര തുടരുക. ടിക്കറ്റിലെ തുക 0ആണ്. പക്ഷെ ആ ടിക്കറ്റിന്റെ മൂല്യം അളക്കാനാവാത്തതാണ്. കാരണം ഒരു സ്ത്രീയുടെ യാത്ര പലപ്പോഴും ഒരാളുടെ മാത്രം യാത്രയല്ല. അതൊരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള യാത്രയാകാം, ഒരു കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള യാത്രയാകാം, ഒരു തൊഴിലിടത്തിലേക്കോ പരിശീലന കേന്ദ്രത്തിലേക്കോ ചെറിയൊരു സംരംഭത്തിലേക്കോ ഉള്ള യാത്രയായിരിക്കും. ചിലപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയാകാം. യാത്ര ചെലവായി ഓരോ ദിവസവും മാറ്റിവെച്ചിരുന്ന ചെറിയ തുക പോലും ഇനി ഒരു കുടുംബത്തിന് കയ്യിൽ ശേഷിക്കും. ആ തുക കുട്ടിയുടെ പുസ്തകനാകാം, മരുന്നാകാം, ഭക്ഷണമാകാം, നാളേക്കായി സൂക്ഷിക്കുന്ന ചെറിയ സമ്പാദ്യമാകാം. അതിനാൽ ഇത് സൗജന്യ യാത്രയുടെ പദ്ധതി മാത്രമല്ല, ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പദ്ധതിയാണ്. ഇത് അവസരങ്ങളിലേക്കുള്ള പ്രവേശന പത്രമാണ്. പ്രിയദർശിനി തുറക്കുന്നത് ബസിന്റെ വാതിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും സംരംഭത്തിന്റെയും അഭിമാനത്തിന്റെയും വാതിലുകളാണ്. ഈ പദ്ധതിയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും തുല്യ അവകാശത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം പ്രസക്തമാണ്. പൊതുഗതാഗതം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുമ്പോഴാണ് പൊതുസ്ഥലം യഥാർത്ഥത്തിൽ പൊതുവാകുന്നത്. അതേസമയം ഈ പദ്ധതി നടപ്പാക്കുന്ന KSRTCയെ ദുർബലമാക്കിക്കൊണ്ടല്ല, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്.
സൗജന്യം യാത്രക്കാർക്കാണ്. KSRTCയുടെ വരുമാനം സംരക്ഷിക്കപ്പെടും. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കും. ഒരു പൊതുമേഖലാ സ്ഥാപനം എങ്ങനെ ഗതാഗത സേവനത്തിൽ നിന്നും സാമൂഹിക നീതിയിലേക്കുള്ള പാലമായി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പദ്ധതി. ഇന്നത്തെ ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണെന്നതിലും മനോഹരമായൊരു പ്രതീകമുണ്ട്. പ്രിയദർശിനിക്ക് മറ്റൊരു പച്ചയായ അർത്ഥവുമുണ്ട്. കൂടുതൽ പേര് സ്വകാര്യ വാഹനത്തിൽ നിന്നും പൊതുഗതാഗതത്തിലേക്ക് വരുമ്പോൾ ഇന്ധന ഉപയോഗം കുറയും, ഗതാഗത കുരുക്ക് കുറയും, കാർബൺ എമിഷൻസ് കുറയും. അതായത് ഈ പദ്ധതി കുടുംബത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം ഭൂമിയുടെ ഭാരവും കുറയ്ക്കുന്നു. ഒരു നല്ല പൊതുനയം ഒരേ സമയം പല ജീവിതങ്ങളെയും സ്പർശിക്കണം. കുടുംബ ബഡ്ജറ്റിനെയും തൊഴിലവസരങ്ങളെയും സ്ത്രീ ശാക്തീകരണത്തെയും പൊതുഗതാഗതത്തെയും പരിസ്ഥിതിയെയും. പ്രിയദർശിനി അത്തരം ഒരു ശ്രമമാണ്. സുഹൃത്തുക്കളെ, ഒരു സർക്കാർ ഉത്തരവിൽ പദ്ധതി ആരംഭിക്കാം, പക്ഷേ അതൊരു സാമൂഹിക മാറ്റമായി വളരുന്നതിന് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിൻ്റെയും പങ്കാളിത്തം കൊണ്ടാണ്. ഈ പദ്ധതി സമയബന്ധിതമായി സജ്ജമാക്കിയ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർക്കും KSRTCയുടെ മാനേജ്മെന്റിനും ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും സാങ്കേതിക വിഭാഗങ്ങൾക്കും ഡിപ്പോ ജീവനക്കാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഈ ചരിത്രപരമായ പദ്ധതി സംസ്ഥാനത്തിന് സമർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. പ്രഖ്യാപനങ്ങളെ ഉത്തരവുകളാക്കി, ഉത്തരവുകളെ സംവിധാനങ്ങളാക്കി, സംവിധാനങ്ങളെ സാധാരണ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ആശ്വാസമാക്കി മാറ്റുന്നതിലാണ് ഭരണത്തിന്റെ യഥാർത്ഥാർത്ഥം. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഒരു സാമൂഹിക അവകാശമായി കണ്ട് ഈ പദ്ധതിക്ക് ദിശയും തീരുമാനവും നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരെ അതീവ ആദരവോടെയും സ്നേഹത്തോടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പള്ളിയുടെ അധ്യക്ഷ പദവിയും അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ K. തുളസി അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ M. വിൻസെന്റ് MLA അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ N. ശക്തൻ MLA ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി ട്രാൻസ്പോർട്ട് ശ്രീമതി അനുപമയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു സകലത്തിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റ് വിശിഷ്ട അതിഥികളായ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ തമ്പാനൂർ ശ്രീ C. ഹരികുമാർ, IUML തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഭീമപ്പള്ളി റഷീദ്, CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ മങ്കോട്ട് രാധാകൃഷ്ണൻ, കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ ജോണി ചെക്കിട്ട, RSP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഇറുവൂർ പ്രസന്നകുമാർ, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ, CMP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ MR മനോജ്, കേരള കോൺഗ്രസ് ജേക്കബ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ AK വേലപ്പൻ നായർ, RMP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണപിള്ള, ജില്ലാ പാർലമെന്റ് ബോർഡ് ചെയർമാൻ RJD ശ്രീ NM നായർ, ജില്ലാ പാർലമെന്റ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി ശ്രീ ശരൺ J. നായർ, അഡീഷണൽ സെക്രട്ടറി ട്രാൻസ്പോർട്ട് ശ്രീ വിജയശ്രീ KS, CMD KSRTC ഡോക്ടർ PS പ്രമോദ് ശങ്കരനും ഞാൻ സ്വന്തം പേരിലും യോഗത്തിന്റെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ, ജനപ്രതിനിധികളെ, പ്രിയമുള്ളവരെ, സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പരിമിതികൾ കൂടാതെ യാത്ര ചെയ്യുന്നതിനു വേണ്ടിയുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് പങ്കാളിത്തപൂർണവും ഊർജ്ജസ്വലവുമായ സമൂഹ നിർമ്മിതിക്കും കാരണമാകുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായുള്ള പ്രിയദർശിനി പദ്ധതിക്ക് ഇന്നിവിടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ നാടിന്റെ ചരിത്രത്തിലും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെ ചരിത്രത്തിലും ഒരു വലിയ നാഴികക്കല്ലാണ് ഇന്ന് തമ്പാനൂരിൽ നാം നാട്ടാൻ പോകുന്നത്. ആദ്യമായി ഒരു പൊതുഗതാഗത സമ്പ്രദായം തിരുവിതാംകൂറിൽ ഉണ്ടായത് 1937-38 കാലത്താണ്.
കൃത്യമായി പറഞ്ഞാൽ 938 ഫെബ്രുവരി 20-നാണ് ചിത്തിര തിരുനാൾ മഹാരാജാവ് ഇവിടെ നിന്നും ഒരു ബസ് സർവീസ് ആരംഭിച്ചത്. ആ ബസ് സർവീസ് തുടങ്ങാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ ലണ്ടൻ യാത്രയായിരുന്നു. ആ ലണ്ടൻ യാത്രയിൽ അദ്ദേഹം കണ്ട ലണ്ടൻ ബസ്സുകളുടെ മാതൃകയിൽ അവിടുത്തെ ബസ്സുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ബോഡി ബിൽഡ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ബസ് നിർമ്മിച്ചത്. 33 ബസ്സുകൾ അന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ബസ്സുകളുടെ എണ്ണം 5700-ഓളം ബസ്സുകളാണ്. ആ അർത്ഥത്തിൽ അന്ന് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇന്ത്യയിൽ വളരെ അപൂർവമായി ഉണ്ടായിരുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്ന അന്നത്തെ ഗവൺമെന്റിനെ തീർച്ചയായും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. 65 RTCകൾ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഉണ്ടായപ്പോഴാണ് KSRTC എന്ന പേരിൽ കേരളത്തിലും മറ്റെല്ലാ സ്റ്റേറ്റുകളിലും RTCകൾ ഉണ്ടായത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5700 ബസ്സുകൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആയിരക്കണക്കിന് സർവീസുകളുണ്ട്, ഷെഡ്യൂളുകളുണ്ട്. അതിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളായ നിങ്ങളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക, കൂടുതൽ വികേന്ദ്രീകരിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ഈ രംഗത്തെ പബ്ലിക് പോളിസി. ഒന്നാമതായി നമ്മുടെ ലോക്കൽ ഗവൺമെന്റുകളെ ഈ കാര്യത്തിൽ നാം ശാക്തീകരിക്കുകയാണ്. ലോക്കൽ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നാം ആവിഷ്കരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി സമ്പ്രദായം വിപുലമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. മുനിസിപ്പാലിറ്റികൾക്കും ആ തരത്തിൽ ബസ്സുകൾ ഓടിക്കുകയാണെങ്കിൽ KSRTC അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. കോർപ്പറേഷന് അത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വണ്ടികൾ സ്പോൺസർ ചെയ്യാനുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ അതിൻ്റെ മൊഡാലിറ്റി എന്താണെന്നുള്ളത് അധികം താമസിയാതെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി ഈ KSRTC ഡിപ്പോ മുതൽ കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും 93 ഡിപ്പോകളാണ് നമുക്കുള്ളത്. അവിടെയെല്ലാം നമ്മുടെ MLA-മാർക്കും MP-മാർക്കും ജനപ്രതിനിധികൾക്കും അംഗീകൃതമായ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അംഗത്വമുള്ള ഒരു സമിതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് അതിൻ്റെ പൂർണ്ണമായ സമ്മതം വാങ്ങിച്ചു. അതുകൊണ്ട് ഇനിമേലിൽ ജനകീയമായി തന്നെ നമ്മുടെ എല്ലാ ഡിപ്പോകളും പരിപാലിക്കപ്പെടും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇത് പൗരന്മാരുടെ സ്വത്താണ്, ഇത് പൗരസമൂഹത്തിന്റെ സ്വത്താണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവറ്റ് ബസ്സാണ്. ഇത് ഗവൺമെന്റിന്റെ അല്ല, എന്റെയും നിങ്ങളുടെയും സ്വന്തം ബസ്സാണ്. ആ അർത്ഥത്തിൽ അതൊരു സ്വകാര്യ സ്വത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വേദിയിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹം ഇന്ന് കേരളത്തിൽ വിസ്മയങ്ങളുടെ പെരുമഴ പെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇനീഷ്യലിലെ ആദ്യത്തെ അക്ഷരം തന്നെ മലയാളത്തിലുള്ള വിസ്മയമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മറ്റൊരു വിസ്മയം ഇപ്പോൾ ഇവിടെ പൊട്ടി വിടരാൻ പോകുന്നു. അദ്ദേഹം ഒരു ടിക്കറ്റ് ഒരു വനിതയ്ക്ക് കൊടുക്കും. ആ ടിക്കറ്റിൽ 0 എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ വനിതകൾ എല്ലാവരും എവിടെയാണ് പോകുന്നത് എന്ന് കൃത്യമായി എഴുതണം. അവരോട് കണ്ടക്ടറോട് പറയണം. അതുപോലെ എവിടെയെങ്കിലും ഉദാഹരണത്തിന് ഇവിടെ നിന്നും പാളയത്തേക്ക് പോയി വീണ്ടും നിങ്ങൾക്ക് പോകണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം, പൈസ കൊടുക്കണ്ട എന്ന് മാത്രം. അതുകൊണ്ട് ആ ടിക്കറ്റിംഗ് സമ്പ്രദായം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. ആ ഉദ്ഘാടനത്തിനായി വളരെ വിനയപൂർവ്വം എനിക്ക് സഹോദര തുല്യനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ UDF-ന്റെ ഏറ്റവും പ്രായം കൊണ്ട് കുറവാണെങ്കിലും പ്രായം കുറഞ്ഞ കാരണവസ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ ഞാൻ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി പ്രകാരമുള്ള പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന ഈ സ്വപ്ന പദ്ധതി
സമയബന്ധിതമായി നടപ്പാക്കിയിരിക്കുന്നു. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇവിടെ ഈ വേദിയിൽ നിർവഹിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, ബഹുമാന്യയായ മന്ത്രി ശ്രീമതി KA തുളസി, മുൻ സ്പീക്കറും മന്ത്രിയും കൂടിയായ ട്രാൻസ്പോർട്ട് മന്ത്രിയും കൂടിയായ ശ്രീ N ശക്തൻ, ചീഫ് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, KSRTC MD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെ, നമ്മുടെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, KSRTC ജീവനക്കാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ ജോൺ KSRTCയുടെ ചരിത്രത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇന്നിവിടെ ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദി കൂടി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. 110 വർഷം മുമ്പാണ് ഇവിടെ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ആദ്യത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. 1965-ലാണ് KSRTC ജനകീയ മന്ത്രിസഭയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസ് ആരംഭിച്ചത്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രിയദർശിനി പദ്ധതി ഈ സർക്കാർ നടപ്പാക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ സാധാരണക്കാരായ സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. വലിയ അലൂമിനിയം പാത്രവുമായി മത്സ്യ വിപണനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ നഗരങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഈ നഗരത്തിലേക്ക് ഹോം മെയ്ഡായി ഫ്ലാറ്റുകളിലും വില്ലകളിലും 3-4 ഫ്ലാറ്റുകളിൽ പോയി ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, കഠിനാധ്വാനം ചെയ്ത് രാവിലെ എത്തി സന്ധ്യ എങ്ങുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന പാവപ്പെട്ട സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, ജീവനക്കാർ, പല തട്ടിലുള്ള സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾ, ആശുപത്രികളിലേക്ക് വരുന്നവർ, ബാങ്കുകളിൽ പോകാൻ വരുന്നവർ, സർക്കാർ ഓഫീസിൽ പോകാൻ വരുന്നവർ, എത്രയോ പേരാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്ന എത്രയോ പാവം സ്ത്രീകളാണ്. പലരും എന്നോട് പറഞ്ഞു, കണക്ക് കൂട്ടി പറഞ്ഞു, സാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ആ മാറ്റിവെക്കാൻ കഴിയുന്ന രൂപ എന്ത് ചെയ്യണമെന്ന് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു ദിവസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും.
ആ പണം എന്ത് ചെയ്യണം? ഒരു സ്ത്രീ എന്നോട് ഉപദേശം ചോദിച്ചു. അപ്പം എനിക്ക് ധനകാര്യം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ, അന്ന് മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാവുമെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു KSFEയിൽ ചിട്ടി കൂടിയാൽ മതിയെന്നും. ഇപ്പം എനിക്ക് തോന്നി നല്ല ഉപദേശമായിരുന്നു. ഇപ്പോൾ KSFE എൻ്റെ വകുപ്പിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ അതൊരു ഒരു സേവിങ്സ്, അവർക്ക് എന്തെങ്കിലും കാര്യത്തിന്, ഒരു വീട് വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹത്തിന് ഈ തുക മാറ്റിവെക്കാം. പിന്നെ ചെലവഴിക്കപ്പെടുമല്ലോ ഈ തുക. ഇപ്പോൾ സർക്കാർ 800 കോടിയോളം രൂപയാണ് മുടക്കുന്നത്. 800 കോടിയാണ് ഒരു വർഷം സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത്. 800 കോടി രൂപ KSRTCക്ക് കൊടുക്കുകയാണ്. അല്ലാതെ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നിങ്ങൾ കൊടുത്തോ എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഗതാഗത മന്ത്രിയെക്കുറിച്ച് ഒരു ആത്മവിശ്വാസമുണ്ട്, അവരുടെ ടീമിനെ കുറിച്ച്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പൈസ ഒന്നും വേണ്ടെന്ന് ഗവൺമെന്റിനോട് പറയും, ധനകാര്യ വകുപ്പിനോട്. അവരുടെ ആ ടീം അത് നന്നായി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. KSRTCയുടെ വരുമാനം അവർ വർദ്ധിപ്പിക്കും, ഒരു സംശയം വേണ്ട. ഈ പണം നമ്മുടെ കേരളത്തിൽ തന്നെ ചെലവഴിക്കപ്പെടും. ഈ പണം പല കാര്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടും, പല രീതിയിൽ ടാക്സായും അല്ലാതെയുമായി മണി സർക്കുലേഷൻ്റെ ഭാഗമായി ഇത് തിരിച്ചു വരുന്നൊരു ആക്ടിവിറ്റിയാണ്. ഈ പണം ചെലവഴിക്കപ്പെടും. ആ പണം ചെലവഴിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണം പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും ഉണ്ടാവും, ഒരു സംശയമില്ല. പിന്നെ ഉത്കണ്ഠ എന്താ? ഒന്ന്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്കൊരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗമാണ്. കാരണം ട്രാൻസ്പോർട്ട് ബസ്സില്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ വലിയ മുതലാളിമാരാണ് എന്ന് നമ്മൾ പറയും, ബസ് മുതലാളി. ഇപ്പം ഇല്ല. ഇപ്പം ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറണം മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെൻറ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കണം എന്നതാണ് ഈ സർക്കാരിൻ്റെ സ്വപ്നം. പ്രത്യേകിച്ച് അർബൻ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി നഗരങ്ങളിൽ, ഇപ്പം കൊച്ചിയിലെക്കാരനാണ് ഞാൻ. കൊച്ചിയിൽ ഹൈക്കോടതിയിൽ ഒരു 2000 വക്കീലന്മാർ വരുന്നുണ്ട്. 2000 കാറുമായിട്ടാണ് ഇവർ വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മികച്ചതാണെങ്കിൽ വക്കീലിന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, ജീവനക്കാർക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഏത് ഡെസ്റ്റിനേഷനിലും പോകുന്ന ഒരു പൊതു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ അവർ ഈ വണ്ടി എടുക്കില്ല. അപ്പോൾ അവർക്ക് ആ വണ്ടിയിൽ കയറി വരാം. അപ്പം നമ്മുടെ ഈ നഗരങ്ങളിലെ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ളൊരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ഈ ഗവൺമെൻറ് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്. അത് സ്വകാര്യ മേഖല കൂടി അതിൻ്റെ പങ്കാളികളാവും. ആ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഈ ഒരു പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഒരു സെക്ടറും തളരാൻ പാടില്ല. ഒരു സെക്ടറും തളരുന്ന സെക്ടറിനെ താങ്ങി നിർത്തുകയാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി. മൂന്നാമതൊരു കാര്യം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പോൾ അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷെ എല്ലാ പ്രശ്നം എന്താ? പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ, സൗജന്യം കൊടുത്താൽ ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി അവിടെ പോവും. ഞാൻ പറയില്ല, ഗവൺമെൻറ്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പോയില്ല. അപ്പോൾ ഇവർക്കൊന്ന് കൊടുക്കട്ടെ. മാത്രമല്ല ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി, ബഹുമാനത്തോടു കൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം
പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്തോഷം കൂടിയുണ്ട്. ആദ്യം ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. മാത്രമല്ല ഗതാഗത വകുപ്പിൽ ഒരു വനിതയാണ് സെക്രട്ടറി. ചുമതലയേറ്റ ഒരു വനിതാ സെക്രട്ടറി ആദ്യം ഉത്തരവിടുന്നത് ഇതാണ്. ഈ പരിപാടി ഈ പദ്ധതി കൂടിയാ മൊത്തം അങ്ങ് സ്ത്രീകൾ ടേക്ക് ഓവർ ചെയ്തേക്കുക. അങ്ങനെ ആകട്ടെ, ഇനിയുള്ള കാലവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ അഭിമാനത്തോടു കൂടി നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. Dhamma News Channel.